എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കും ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 6 പീസ് ബ്രെഡാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 6 പീസ് ബ്രെഡ് ആണെങ്കിലും നമ്മളിത് ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 1-2 ബ്രെഡൊക്കെ ചിലപ്പോൾ അധികം കൂടുതൽ വന്നെന്നിരിക്കും. അത് നമ്മൾ അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഈ ഒരു ബ്രെഡിന് നമുക്ക് ഇത് കണ്ടില്ല ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 250 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. സാധാ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും ഇത് 1 ടീസ്പൂൺ അളവിൽ തൈരാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു ചിക്കൻ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇത് കണ്ടല്ലേ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഈ ഒരു ഓയിലിൽ നിന്ന് കുറച്ചധികം ഓയിൽ എടുത്ത് മാറ്റുക. ഇതിപ്പോൾ കണ്ടില്ലേ കുറച്ചധികം ഓയിൽ ഞാൻ എടുത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്കൊരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു സവാള ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒത്തിരി അങ്ങ് വഴഞ്ഞു പോകണ്ട. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴഞ്ഞു വാടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി ഇത് ആ ഒരു പൊടികളുടെ ഒരു പച്ചച്ചുവ മാറി വരുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി പൊടികളുടെ പച്ചച്ചുവയൊന്ന് മാറി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് മീഡിയം വലിപ്പമുള്ള തക്കാളിയുടെ പകുതി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു തക്കാളിയുടെ ഉള്ളിലെ കുരുവും വെള്ളം എല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം കട്ടിയുള്ള ഒരു ഭാഗമില്ല അത് മാത്രം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതും ഒരു മീഡിയം വലിപ്പമുള്ളതിനൊക്കെ ഒരു പകുതി മാത്രം മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേവിച്ചിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ നിന്ന് കുറച്ചൊന്ന് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മുഴുവനും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഈ ഒരു മസാല ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ആ ഒരു പച്ചച്ചുവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ വേറെ ഒന്നും കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 കോഴിമുട്ടയാണ് കേട്ടോ. ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ അതായത് 125 ml പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം പിന്നീട് നമുക്ക് പാല് കുറച്ച് ആവശ്യം വരും. ആദ്യം നമ്മൾ 1/2 കപ്പ് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരുന്ന ഒരു ബ്രെഡില്ലേ ആ ഒരു ബ്രെഡ് ഇതിലേക്ക് മുഴുവനും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു മിക്സിൽ കിടന്ന് ഈ ഒരു ബ്രെഡ് മുഴുവനും നമുക്കൊന്ന് കുതിർന്ന് കിട്ടണം. ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ കുറച്ച് കട്ടിക്കല്ല ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുതിർത്തി എടുക്കുക. എന്നിട്ട് നമ്മളിതുപോലൊരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചിട്ടെടുക്കുക. ഇതുപോലെ ഒത്തിരിയും ഉടയ്ക്കൊന്നും വേണ്ട. ഇതുണ്ടല്ലോ ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് ഉടച്ചിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പഴയൊരു പാൻ എടുക്കുക. ഈ ഒരു പാനിന്റെ മുകളിലേക്ക് ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള റൗണ്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാനിന്റെ എല്ലാ ഭാഗത്തും ആ ഒരു നെയ്യ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സില്ലേ ഈ ഒരു മിക്സിന്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മിക്സ് ആകുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ഇല്ലേ, ആ ഒരു ഫില്ലിംഗ് ആ ഒരു സൈഡിൽ നിന്ന് അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഇതുപോലെ നമ്മൾ ആ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുക. സൈഡിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. നമ്മളൊരു സൈഡിലേക്കും ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാറ്റർ സൈഡിലൊന്നും എത്താതിരിക്കും. അപ്പോൾ നമ്മളിത് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ഫില്ലിംഗ് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ ചീസ് ഉണ്ടെങ്കിൽ, മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ നമുക്കൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ഒഴിവാക്കാമെന്നാണ്, യാതൊരു കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെയൊക്കെ ഒരു മിക്സിൽ അത് ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും കറക്റ്റ് ലെവലാക്കി നമ്മളൊന്ന് കൊടുക്കണം. സ്പൂണിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് ലെവലാക്കി എടുത്താൽ മതി. ഇനി ഇതുപോലെ നമ്മൾ ഈ ഒരു മുകൾ ഭാഗം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു മിക്സ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് കരുതൊന്നും കുഴപ്പമില്ല. നമ്മൾ വീണ്ടും ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് ഒരു 1-2 ബ്രെഡും കൂടി ഇട്ട് കൊടുത്ത് പാൽ ഒഴിച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തതിന് ശേഷം ആ ഒരു ഭാഗം നമ്മൾ ഫില്ല് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ കുറവ് വന്നെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് കുറച്ചെടുത്തൊന്ന് മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഫുള്ളായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ഇറാനി പോളയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കും ഒക്കെ വെച്ച് കൊടുക്കാറില്ല. അതുപോലെ നമുക്ക് ഈ ഒരു പോള കുക്കായി വരുന്ന സമയത്ത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കും ഇതുപോലെ ക്യാരറ്റ് ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മാത്രം മൊസറല്ല ചീസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ചീസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുകളിൽ ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ വളരെ കുറച്ച് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലൊക്കെ വേണമെങ്കിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് പതിയൊന്ന് അമർത്തി കൊടുക്കുക, അതിലൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു മൂടിയിൽ ഹോളുകളൊന്നും തന്നെ ഇല്ല. ഇനി അഥവാ നിങ്ങൾ എടുക്കുന്ന മൂടിയിൽ എന്തെങ്കിലും ഹോളുകൾ ഉള്ളതാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം, ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് കുക്കായി കിട്ടും. പിന്നെ ഞാനൊരു 25 മിനിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു സമയം ആയിരിക്കണമെന്നില്ല കേട്ടോ. നമ്മളൊക്കെ എടുക്കുന്ന ഒരു പാത്രത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്ലെയിമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഒരു സമയത്തിൽ കൂടുതലോ കുറഞ്ഞെന്നൊക്കെ വന്നിരിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് 20 കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കി ഒരു സ്റ്റിക്കോ വല്ലതും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അതുപോലെ തന്നെ സൈഡൊക്കെ നമ്മളൊന്ന് ഇളക്കി നോക്കുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം കറക്റ്റ് ഒരു 25 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കുമാണ്. ഇത് നന്നായി കുറച്ച് വെച്ചാണ് കൊടുത്തിരുന്നത്. ഒരു 25 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ച് വിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഇത് നന്നായി കുറച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളൊരു മറ്റൊരു പാനിലേക്ക് കുറച്ച് ഓയിലും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതിയെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ, സിമ്പിളല്ല നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ 4 മണി ചായയുടെ ഒക്കെ കൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അധികം ഓയിലൊന്നും ഇല്ലാതെ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ സബ്ജ സീഡ്സ് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കസ്കസ് നല്ല ഡബിളായിട്ട് കുതിർന്ന് വരും കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫുൾ ഫാറ്റ് പാലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. പാല് നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഇതുപോലെ ചൗവരിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ചൗവരി തീരെ ചെറിയ ടൈപ്പ് ചൗവരിയാണ് കേട്ടോ. സാധാരണ നമുക്ക് കുറച്ചും കൂടി വലിയ ടൈപ്പാണ് എപ്പോഴും വാങ്ങാൻ കിട്ടാറ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ചെറിയ ടൈപ്പ് ചൗവരി കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ എടുക്കുക. ഇനി അഥവാ വലിയ ടൈപ്പ് ചൗവരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു ചൗവരി നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ടെടുക്കണം. അങ്ങനെ കുതിർത്തിയിട്ടെടുക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നത്. ഇതുപോലെ ചെറിയ ടൈപ്പ് ചൗരിയാണെങ്കിൽ നമ്മൾ കുതിർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാലിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. വലിയ ടൈപ്പാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് സമയം നമ്മൾ വെള്ളത്തിൽ നിന്ന് കുതിർത്തിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചൗരി ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഈ ഒരു പാലിൽ കിടന്ന് ചൗരി ഒന്ന് വെന്ത് കിട്ടണം.
ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ചൗരി ഒന്ന് വെന്ത് കിട്ടും. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി നമ്മൾ ചൗരി ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് നമ്മൾ പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒഴിച്ചു കൊടുത്തെന്ന് കരുതി ഇതിലൊരു മധുരം പൂർണ്ണമാവത്തില്ല. നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം ഇതുപോലെ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലാതെ ചൗരി വെന്തിട്ടുണ്ടോ എന്നൊരു കറക്റ്റ് പാകം നമ്മൾ അറിയുന്നത് ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കൈ കൊണ്ട് ഞെക്കി നോക്കുമ്പോൾ ആ ഒരു കട്ടി മാറി കിട്ടും. ആ ഒരു വെള്ള കളർ മാറി ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചൗരി പൂർണ്ണമായി വെന്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ചൗരി നമുക്കിവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു കസ്റ്റാർഡും ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാലിലേക്ക് ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡിൻ്റെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിൽ ചൗവരിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കസ്റ്റാർഡിൻ്റെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അത് പെട്ടെന്ന് അങ്ങ് കുറുകി വരും. സാധാരണ നമ്മളൊരു കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കുറുക്കിയെടുക്കുന്ന പോലല്ല ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു ചൗവരിക്കും ചെറിയൊരു പശുപശുപ്പുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് കുറുകി വരും കേട്ടോ. ഇത് കണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ അല്ലെങ്കിൽ ബദാമിൻ്റെ എസൻസോ പിസ്തയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബദാമിൻ്റെ ഒരു മിക്സാണ് കേട്ടോ ഒരു കുറച്ച് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബദാം മിക്സിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക. ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിൻ്റെ ചൂട് പൂർണ്ണമായി മാറിയതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ഞാൻ മധുരം വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു കറക്റ്റ് മധുരമാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നറുനീണ്ടി സിറപ്പാണ് കേട്ടോ, നന്നാറി സിറപ്പ്. നമ്മൾ നന്നാറി സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, നന്നാറി സിറപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു നന്നാറി സിറപ്പ് നമുക്ക് നാട്ടിലേക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇവിടെയാണെങ്കിലും നമുക്കിത് മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടാനുണ്ട്. ലുലുലും സഫാരി മാളിലൊക്കെ നമുക്ക് ഈ ഒരു നറുനീണ്ടി സിറപ്പ് ഇതുപോലെ ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കറക്റ്റ് മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു സാധാരണ ഒരു കസ്റ്റാർഡ് പൗഡർ വെച്ച് ചെയ്യുന്ന ഒരു ഡ്രിങ്കിൻ്റെ ഒരു ടേസ്റ്റ് ആണ്, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ഈ ഒരു നറുനീണ്ടി സിറപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിക്കുന്ന സമയത്ത് ഒന്ന് കഴിക്കാനും കൂടി വേണ്ടിയിട്ട് ഒരു 1-2 ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു അനാർ ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിരിക്കുന്നതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ആപ്പിൾ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് ബദാം കട്ട് ചെയ്തതും കാഷ്നട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുതിർത്തി വെച്ചിരുന്ന ഒരു കസ്കസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ച് കട്ടിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു നറുനീണ്ടി സിറപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു പാകമായിട്ട് ഐസ് ക്യൂബ്സ് ചേർത്തുനിന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു നറുനീണ്ടി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ പാൽ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ ഇഫ്താർ സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.